ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു ജടബില്ലയാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കട്ടിയുള്ള ഒരു ഷീറ്റ് വേണം. വെഡ്ഡിങ് കാർഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ₹5 കോയിൻ എടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ കുന്തനാണ്, 8 mm സൈസ് വരുന്ന കുന്തനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് ഈ ഒരു പാക്കറ്റിന് ₹50. പല കളേഴ്സും മിക്സായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, 8 mm സൈസുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് സ്ലൈഡാണ്, ഹെയർ പിന്ന്, യു ഷേപ്പ് പിന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ പാക്കറ്റിൽ 12 പിന്നാണ് ഉള്ളത്, അതിന് ₹14. പിന്നെ ഹെഡ് പിന്നാണ്. ഹെഡ് പിന്നും ഇതും ഹോൾസെയിലായിട്ട് വാങ്ങിച്ചതാണ്, 25 ഗ്രാമിന് ₹25. പിന്നെ ഇത് ഡ്രോപ്പ് ഷേപ്പ് ബീഡ്സ് ആണ്, ഇതും ഒരു പാക്കറ്റിന് ₹10. പിന്നെ സ്റ്റോൺ ചെയിനും ബോൾ ചെയിനുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബോൾ ചെയിൻ ആകുമ്പോൾ ഇത് ഗോൾഡൻ കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ 10 കളറുള്ള ഒരു പാക്കറ്റിൽ ഒന്നായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്, അതിന് ₹80. പിന്നെ സ്റ്റോൺ ചെയിൻ, നമുക്ക് സ്റ്റോൺ ചെയിനും പല കളറിലും വാങ്ങിക്കാൻ കിട്ടും. ഇത് പേൾ ചെയിനാണ്. ഈ ചെയിൻ്റെ മുകളിൽ ഇങ്ങനെ പേൾ ഒട്ടിച്ചതാണ് നമ്മൾ പേൾ ചെയിൻ പറയുന്നത്. അതിന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ കളർ സ്റ്റോൺ ചെയിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ടൂൾസാണ് ആവശ്യമുള്ളത്, കട്ടർ, പ്ലെയർ, സിസേഴ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്കിനെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഫസ്റ്റിന് നമുക്ക് ഈ ഷീറ്റ് എടുക്കുക. ഷീറ്റിൽ ഈ ₹5 കോയിൻ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുകയാണ്. വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള റൗണ്ട് 3 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ 3 റൗണ്ടും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ഹെഡ് പിന്നും മുത്ത് എടുത്തിട്ട് ഈ ഹെഡ് പിന്നിലോട്ട് മുത്ത് കോർക്കും. അപ്പോൾ ഇവിടെ ഈ ഗോബി ഷേപ്പിലുള്ള, വാട്ടർ ഡ്രോപ്പ് ഷേപ്പിലുള്ള മുത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത്ത് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ലെങ്ത്ത് നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൽ വെച്ച് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് ഹാഫ് വരുന്ന അത്രയും ലെങ്ത്തേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ വെച്ച് നോക്കിയ ശേഷം ബാക്കിയുള്ള പീസ് നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെയുള്ള 20 മുത്താണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്, അതുകൊണ്ട് തന്നെ അത്രയും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 3 പീസ് കട്ട് ചെയ്ത് വെച്ചതിൽ ഒരു റൗണ്ട് കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുക്കുക. അതിലോട്ട് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ചെറിയതിന് ₹15. അപ്പോൾ ഇത് നമ്മൾ റൗണ്ടിൽ എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ആക്കിയ ശേഷം ഈ ഓരോ മുത്തായിട്ട് അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ മുത്ത് പേപ്പറിൻ്റെ വെളിയിലോട്ട് നിൽക്കണം, പേപ്പറിൻ്റെ മേലോട്ട് കയറിയിരിക്കരുത്. അപ്പോൾ 20 മുത്ത് വെക്കുമ്പോഴും അതുപോലെ കറക്റ്റായിട്ട് പേപ്പറിൻ്റെ വെളിയിലോട്ട് വരുന്ന പോലെ വെച്ചാലേ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ലാസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഓരോന്ന് വെക്കുമ്പോഴും ഇതുപോലെ ശ്രദ്ധിച്ച് വെക്കുക. 20 പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ പീസും വെച്ചു, ഇത് ലാസ്റ്റ് പീസും കൂടി വെച്ചു. നമ്മുടെ മെയിൻ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലൊരു പേപ്പർ ഒട്ടിച്ചിട്ട് നമുക്കിതൊന്ന് സെക്യൂർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പീസ് പേപ്പർ കൂടി എടുക്കാം. അതിലോട്ട് ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് നമുക്കിതിന് മുകളിൽ ഒട്ടിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി, അതായത് ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പേപ്പറിൽ ഒന്ന് ഗ്ലൂ ആക്കാം. അതിനുശേഷം ഈ പേപ്പറിലും കൂടി ലൈറ്റായിട്ടൊന്ന് ഗ്ലൂ ആക്കിയിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. അപ്പോൾ ഈ ഫാബ്രിക് ഗ്ലൂ തന്നെ നമുക്ക് ധാരാളം ഇത് ഒട്ടിക്കാൻ. അല്ല ഇനി ഫെവി ബോണ്ടോ വേറെ ഏതെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ പേപ്പർ ഒട്ടിച്ച ശേഷം നമുക്ക് മുത്തെല്ലാം ഒന്ന് ലെവലാക്കും. എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡ്രൈ ആവുന്നതിന് മുൻപ് എല്ലാം ഒന്ന് ലെവലാക്കിയ ശേഷം നമുക്ക് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിന് മുകളിൽ കുന്താൻ ഒട്ടിക്കാം. 8 mm സൈസ് വലിപ്പമുള്ള ഗ്രീൻ കളർ കുന്താനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് മാച്ചായിട്ട് തന്നെയാണ് ഗ്രീൻ കളർ സ്റ്റോൺ ചെയിനും എടുത്തിരിക്കുന്നത്. അപ്പോൾ കുന്താൻ ഒട്ടിച്ച ശേഷം അതിൻ്റെ ചുറ്റും വീണ്ടും കുറച്ച് ഗ്ലൂ ആക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും ബോൾ ചെയിനാണ് ഒട്ടിക്കുന്നത്. ബോൾ ചെയിൻ ഗോൾഡൻ കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്രീനിന് മാച്ചായിട്ട് ഗ്രീൻ കളർ ബോൾ ചെയിൻ വേണമെങ്കിലും എടുക്കാം. അത് മൊത്തം ഗ്രീൻ ആവേണ്ടെന്നൊക്കെ വെച്ചാണ് ഞാൻ ഇടയിൽ കൂടെ ഗോൾഡൻ കളർ മിക്സ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറെല്ലാം മിക്സ് ചെയ്തിട്ടും ഇതിൻ്റെ മേലെ ഒട്ടിക്കുന്നത്, ആദ്യം സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച ശേഷം ഈ ബോൾ ചെയിൻ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഗോൾഡൻ കളർ ബോൾ ചെയിൻ മാത്രം ഇത് മുഴുവനായിട്ട് ഒട്ടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അതിന് ചുറ്റും വീണ്ടും നമ്മൾ ഈ ഗ്രീൻ കളർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു, വീണ്ടും ബോൾ ചെയിൻ ഒട്ടിക്കും, വീണ്ടും ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കും. ഈ ഓർഡറിൽ ഇത് മുഴുവൻ നമ്മൾ ഈ റൗണ്ട് മുഴുവൻ കവർ ചെയ്യുകയാണ്. അപ്പോൾ വെച്ച് നോക്കിയ ശേഷം അതിൻ്റെ ലെങ്ത്ത് കണക്കാക്കി ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ലെവലാക്കി ഡ്രൈ ആവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രൈ ആയി നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ നമ്മളിത് ജടബില്ലി ആയിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും ഇത് നമുക്കിങ്ങനെ ഹെയർ പിന്നിൻ്റെ മുകളിലും സ്ലൈഡിൻ്റെ മേലെ ഹെയർ ബാൻഡ് ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് യു ഷേപ്പിലുള്ള ഈ ഹെയർ പിന്നാണ് ഈ ജടബില്ലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചാലേ നമുക്കത് കറക്റ്റായിട്ട് ഈ ജടബില്ലിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹെയർ പിൻ എടുക്കുക, ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ കറക്റ്റായിട്ട് വളയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ബാക്കിൽ ഇത് ഒട്ടിക്കാനാണ്.
അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് അത് പതിഞ്ഞിരിക്കുന്ന പോലെ ഇത് കറക്റ്റ് അടിഭാഗം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോലെ ആയിരിക്കണം വെക്കാൻ. അതിന് ശേഷം നമ്മൾ ഗ്ലൂ ആക്കിയ ശേഷം അതിൻ്റെ മുകളിൽ ഇത് വെക്കുകയാണ്. അപ്പോൾ അതവിടെ നിന്നോളും. എങ്കിൽ കൂടി അത് വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഗ്ലൂ ചുറ്റും ആക്കിയ ശേഷം നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ച ഒരു പീസ് പേപ്പർ ഉണ്ട്, അത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. അപ്പോൾ പേപ്പർ ഒട്ടിച്ച ശേഷം നമുക്കിത് ഡ്രൈ ആവും, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ലൈഡിൻ്റെ മേലേക്ക് ഒട്ടിക്കാമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഹെയർ പിൻ വെച്ച് ഒട്ടിക്കുന്നവിടെ സാധാരണ നമ്മുടെ ഈ സേഫ്റ്റി പിന്നും നമുക്കിവിടെ ഒട്ടിക്കാം. സേഫ്റ്റി പിന്ന് ഇവിടെ ഈ അടിഭാഗം വരുന്നത് ഇങ്ങനെ വെച്ച ശേഷം ഇതിന് മുകളിൽ ഇപ്പോൾ പേപ്പർ ഒട്ടിച്ചില്ല, അതുപോലെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഷോളിൽ കുത്താൻ അല്ലെങ്കിൽ സാരിയിൽ കുത്താനെല്ലാം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഹിജാബിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന പിന്നിന് പകരം നമുക്ക് ഇതുപോലെ ഈ പിന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പർപ്പസ്. നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് പറഞ്ഞാൽ നമ്മൾ ഈ മുടിയുടെ ഇതിലിങ്ങനെ വെക്കാനാണ്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ആരും ഇതിങ്ങനെ വെച്ചുകൊണ്ട് നടക്കുകയൊന്നുമില്ല. ഇപ്പോൾ കല്യാണത്തിനാണെങ്കിലും മെയിനായിട്ട് ഹിന്ദുസ് അല്ലെങ്കിൽ ഡാൻസിന്, ക്ലാസിക്കൽ ഡാൻസിനൊക്കെയാണ് ഇതുപോലെയുള്ളതെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മുടിയിൽ എത്രത്തോളം ആവശ്യമുണ്ട് അത്രയും ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടി നമ്മൾ നോർമലായിട്ട് കെട്ടുമ്പോൾ ഇങ്ങനെ സിംഗിൾ പീസ് നമുക്ക് മുടിയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക്